ഇറാനിൽ നിന്നും 36 ഡ്രോൺ ആക്രമണ ശ്രമങ്ങളുണ്ടായെന്ന് സൗദി അറേബ്യ. കഴിഞ്ഞ മണിക്കൂറുകളിൽ കിഴക്കൻ പ്രവിശ്യയിലാണ് ഡ്രോൺ ആക്രമണമുണ്ടായത്. സുരേഷ് വെള്ളിമുറ്റം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സൗദി അറേബ്യയിലേക്കും കുവൈറ്റിലേക്കുമാണ് ഇറാന്റെ ഭാഗത്തുനിന്നും ഇന്നലെ രാത്രിയും ഇന്ന് രാവിലെയുമായി ഏറ്റവും ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം കുവൈറ്റിൽ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ്. കുവൈറ്റിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുത്തുന്ന വിധത്തിലായിരുന്നു ആക്രമണം. 7 പ്രധാനപ്പെട്ട വൈദ്യുതി ലൈനുകൾ ഈ ആക്രമണത്തിന്റെ ഭാഗമായി കേടുപാട് പറ്റിയിട്ടുണ്ട്. അത് നേരിട്ടുള്ള ആക്രമണത്തിലല്ല, മറിച്ച് മിസൈലിന്റെയും അതോടൊപ്പം തന്നെ ഡ്രോണിന്റെയും അവശിഷ്ടങ്ങൾ വീണ് വൈദ്യുതി ലൈനുകൾ തകരാറിലായി എന്നുള്ളതാണ് ഈ കുവൈറ്റ് അറിയിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വൈദ്യുതി വിതരണ ശൃംഖലയ്ക്കാണ് കേടുപാട് പറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിരവധി മേഖലകളിൽ വൈദ്യുതി വിതരണം മുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു, തങ്ങളുടെ ഹോർമൂസ് അടക്കമുള്ള തങ്ങളുടെ മേഖലകളിലേക്ക് ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ സമീപ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഗൾഫിലൊക്കെ തന്നെ അവരുടെ കുടിവെള്ള വിതരണവും അതോടൊപ്പം തന്നെ വൈദ്യുതി വിതരണവും തടസ്സപ്പെടുത്തുന്ന വിധത്തിലുള്ള ആക്രമണം ഉണ്ടാക്കുമെന്ന്. ആ മുന്നറിയിപ്പിന്റെ ഭാഗമാണോ ഈ ആക്രമണം എന്നുള്ളൊരു ആശങ്കയുമുണ്ട്. മറ്റൊന്ന്, സൗദി അറേബ്യയ്ക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണമാണ്. സൗദി അറേബ്യയുടെ കിഴക്കൻ മേഖലകളിലാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ദമാം അടക്കമുള്ള മേഖലകളിൽ ഏതാണ്ട് 36ഓളം ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണ ശ്രമം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതെല്ലാം പ്രതിരോധിച്ചു എന്ന് സൗദി അറേബ്യ അറിയിക്കുന്നുമുണ്ട്. ദമാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ബഹ്റൈൻ വിമാനത്താവളം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ബഹ്റൈനിലേക്കൊക്കെ പോകേണ്ട ആളുകൾ ദമാമിൽ വന്ന് റോഡ് മാർഗമാണ് മലയാളികൾ അടക്കമുള്ളവർ പോകുന്നത്. ദമാം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും ബഹ്റൈൻ അതിർത്തിയിലേക്ക് ഏതാണ്ട് ഒരു 25 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. 10-20 മിനിറ്റ് കൊണ്ട് എത്താവുന്നതാണ്. അതുകൊണ്ട് ആ മേഖലയിലാണ് ഇപ്പോൾ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ദമാമിൽ ഇറങ്ങേണ്ട ചില വിമാനങ്ങളൊക്കെ റിയാദിലേക്ക് തിരിച്ചുവിട്ടതായും ഒക്കെ റിപ്പോർട്ടുണ്ട്. ഏതായാലും ഈ 2 മേഖലകൾക്ക് നേരെയാണ് ശക്തമായിട്ടുള്ള ആക്രമണം ഉണ്ടായത്.